വലിയച്ഛാ ഇരിക്കി. ചായ ചായം കോപ്പൊന്നും വേണ്ട. കിതറേ തുമാരാ ബാപ്പ് സുഗതൻ. അച്ഛനകത്തുണ്ട്. അകത്തുണ്ട്. വിളിക്ക്. വലിയച്ഛ, അച്ഛൻ ഞങ്ങളെ വിളിച്ചാ വരില്ല, ഞങ്ങളോട് പിണക്കോ. ഓ സുഗത, ഏ സുഗതൻ ബാഹറാവോ? അതുണ്ട്. ആ ഏട്ടനോ? എന്തായിട്ടാ ഒരു മുന്നറിയിപ്പില്ലാണ്ട്? നിന്നെ കൊണ്ടൊരു കല്യാണം കൂടെ കഴിപ്പിക്കാൻ പോകുന്നു ഞാൻ. എന്താണ് നിന്റെ ഉദ്ദേശം? എന്താ നിന്റെ ഉദ്ദേശം? എന്തേട്ടാ? നാട്ടുകാരെ പിണക്കി ഇനി വീട്ടുകാരെ കൂടെ പിണക്കാന്നാണ്? എന്താ നിന്റെ ഇവിടുത്തെ പ്രശ്നം? എന്താ ഇവിടുത്തെ നിന്റെ പ്രശ്നം? അല്ല വലിയച്ഛ, ഏയ് ചുപ്. അവൻ പറയട്ടെ. എനിക്കെന്ന് സ്ഥിരമായിട്ട് തരണ സമയത്ത് ചായ തന്നില്ല, അപ്പൊ ഞാൻ വേണ്ടാന്ന് വെച്ചു, അത്ര തന്നെ. ചായ തന്നില്ല? ആര് തന്നില്ല? മോള് ചായ കൊടുത്തില്ലേ അവന്? ഞാൻ ചായ എടുത്തു വെച്ചതാ. കുളിക്കാൻ ഇറങ്ങിയപ്പോ ഒരു 5 മിനിറ്റ് വൈകി. അപ്പോഴേക്കും അച്ഛൻ പോയി. പൊതിഞ്ഞു വെച്ച ചോറ് പോലും കൊണ്ടുപോയില്ലെന്നേ. എടാ, നിനക്ക് കൈയും കാലും ഇല്ലടാ. അതിന് തളർച്ചയൊന്നുമില്ലല്ലോ. പോയി എടുത്ത് കുടിക്കണം. ഞാൻ എന്നാ അകത്ത് പോയിരുന്ന് പാചകം ചെയ്തിരുന്ന് കഴിക്കുകയും ചെയ്യാം. വേണം, വേണ്ടി വന്നാൽ അതും ചെയ്യണം. എടാ, 1965 ഇന്ത്യ ചൈന വാർ നടക്കുമ്പോൾ ഞാനെല്ലാം സ്വന്തമായിട്ട് കപ്പ വിഴുങ്ങിയിരുന്നേ. ഇന്ത്യയും ചൈനയായിട്ട് പണക്കമുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനായിട്ട് പണക്കമുണ്ട്. പക്ഷേ നയതന്ത്ര കാര്യങ്ങളിൽ അവർ ആശയവിനിമയം നടത്താറുണ്ട്. ഇത് നാട്ടുകാരെയും പണക്കി വീട്ടുകാരെയും പണക്കി. എന്താ നിന്റെ ഉദ്ദേശം? ക്യാ സോച്ചിട്ടൊക്കെ തും? അവള് പോയല്ലോ മണ്ടോദരി. പക്ഷെ അവള് പാവാ. നീയാണ് കുഴപ്പക്കാരൻ. ഏട്ടൻ എന്താ പറഞ്ഞു? നീയാണ് കുഴപ്പക്കാരൻ. നിന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്. ആ, ബാക്കിയുള്ളവരൊക്കെ നല്ലൊരു, ഞാൻ കുഴപ്പക്കാരല്ലേ? എവിടെ പോകുന്നു? അത് പിണങ്ങി പോയതാണ്. എവിടെ പിണക്കം മാറ്റാനല്ലേ ഞാനിവിടെ വന്നത്? ആ വിളിക്കണ്ട, ഇനി വലിയച്ഛനോട് മുണ്ടൂല അത്. യമനോട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? 1975 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുമ്പോൾ അത് വലിയച്ഛൻ പറഞ്ഞിട്ടുണ്ട് എന്നോട് നേരത്തെ. മറ്റേ ഇരുട്ടുമുറിയിലിട്ടല്ലേ ഞാൻ പറഞ്ഞല്ലേ? മോള് കേൾക്കണം. അല്ല, പറഞ്ഞു കൊടുത്തറിന്റെ ഞാൻ അറിയാം. എന്നെ അന്ന് ഇരുട്ടുമുറിയിട്ട് എന്നെ ശിക്ഷിച്ചു. പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് എപ്പോഴും ആ ഒരു തിരിച്ചറിവുണ്ട്. അതുപോലെ ഈ കഴുതയുണ്ടല്ലോ, നമുക്ക് ഈ വീട്ടിലിവിടെ ഒറ്റക്കിടണം. ഒറ്റക്കിട്ട് അവനെ ഒറ്റപ്പെടുത്തണം. അവനെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ആരോട് പിണങ്ങുമെന്ന് അറിയണമല്ലോ. അവിടെ മക്കളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ അമ്മയുടെ കൂടെ തറവാട്ടിൽ പോയി കുറച്ച് ദിവസം നിൽക്കുക. കുഴപ്പമാവും. ഒരു കുഴപ്പമില്ല. യവനെ ഞാൻ നന്നാക്കി തരാം. നമുക്കറിയാം. അപ്പോൾ സത്യൻ മാഷ് അടുത്ത ദിവസം തന്നെ നമ്മുടെ ഈ സ്കൂളിൽ നിന്ന് വിരമിക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ കാലമായിട്ട് സുഗതൻ മാഷും സത്യൻ മാഷും തമ്മിൽ ഒരു പിണക്കത്തിലാണെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ സത്യൻ മാഷ് ഇങ്ങനെ നമ്മളോട് വിട പറഞ്ഞു പോകുന്നത് വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് വേണ്ട. സത്യൻ മാഷ്ക്ക് പറയാനുള്ളത് സത്യൻ മാഷും പറയാം, സുഗതൻ മാഷിന് പറയാനുള്ളത് സുഗതൻ മാഷിനും പറയാം. മാഷേ, എനിക്ക് ഒരു തരത്തിലുള്ള വൈരാഗ്യമില്ല. ഞാൻ പലപ്പോഴും മാഷോട് സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നോക്കാറുണ്ടെങ്കിലും മാഷ് അങ്ങനെ മുഖം തരാതെ ഇങ്ങോട്ട് പോവുകയാണ് പതിവ്. പിന്നെ സുഗതൻ മാഷ് എല്ലാ ആളുകളുമായിട്ടും ചെറിയൊരു പണക്കം ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറുകയും ചെയ്യും. പക്ഷെ ഇതിപ്പോൾ ഒരു 3 വർഷത്തോളമായി. 3 വർഷത്തോളമായിട്ട് ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ സത്യത്തിൽ അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. ഇനി ഞാൻ ഏതെങ്കിലും തരത്തിൽ എൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനതിന് മാപ്പ് പറയാനും തയ്യാറാണ്. ഇനി എന്താണ് കാരണം എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് സുഗതൻ മാഷാണ്. അല്ല, അതിനിപ്പോൾ ക്ഷമ പറഞ്ഞാൽ തീരണ തെറ്റൊന്നല്ലാതെ. പറഞ്ഞോളൂ, എന്താണെങ്കിലും സുഗതൻ മാഷ് ഇനിയിപ്പോൾ അത് പറയാണ്ടിരുന്നാൽ പറ്റില്ല. അതിന് ഇനിയിപ്പോൾ എന്ത് വിഷമം ഉണ്ടായാലും വേണ്ടില്ല.
മാഷ് അത് പറഞ്ഞേ പറ്റൂ. മാഷിൽ നിന്നും നമ്മൾ അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കണില്ല. അതിനിപ്പോൾ ക്ഷമ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് അങ്ങനെ ഒരു ചീത്തപ്പേര് വന്നു. അല്ല, അത് കാരണം എന്താന്നില്ലേ, അത് പറയൂ. അത് ആ വിഷമം എന്നോട് തന്നെ പോയിക്കോട്ടെ എന്നാണ് ഞാൻ കരുതി. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ നിർബന്ധിക്കുന്ന സ്ഥിതിക്ക് ഞാൻ പറയാം. എല്ലാവർക്കും അറിയണതാണല്ലോ, ഞാനും മാഷും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് വീട്ടിലേക്ക് പോവുക. ഒരു ദിവസം എനിക്കിത്തിരി നേരത്തെ പോകേണ്ടി വന്നു. അപ്പം ഞാനത് ഞാൻ ഇത്തിരി നേരത്തെ പോവുക, മാഷ് ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ മാഷ് ക്ലാസ് എടുക്കുന്ന റൂമിൻ്റെ അവിടെ ചെന്ന് നിന്നു. അപ്പം മാഷ് ജീവന്റെ പരിണാമം എന്നുള്ള എന്തൊരു വിഷയമാണ് എടുത്തോണ്ടിരുന്നത്. മാഷ് കുട്ടികളോട് പറയാണ്, കുരങ്ങിൽ നിന്നും മനുഷ്യനേക്കുള്ള പരിണാമം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുന്ന ഡോറിൻ്റെ അവിടേക്ക് നോക്കി. അപ്പോൾ കുട്ടികളൊക്കെ ചിരിച്ചു, മാഷും ചിരിച്ചു. മാഷ് അങ്ങനെ ചിരിക്കാൻ പാടില്ല. മാഷ് അങ്ങനെ ചിരിച്ചപ്പോൾ എനിക്ക് വിഷമായി. പിന്നെ ചില കുട്ടികളൊക്കെ ബാത്റൂമിൽ കബീഷ് മാഷ് സുഗതൻ, ഫാനരൻ മാഷ് സുഗതൻ എന്നൊക്കെ എഴുതി. അല്ല, അപ്പോ ഈ വഴക്കിന്റെ കാരണം ഇതാണോ അപ്പൊ കാരണം? മാഷും പിള്ളേരെ കൂടെ നോക്കി ചിരിച്ചോണ്ടല്ലേ എന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ കാണട്ടെ. പിന്നെ എങ്ങനെ മാഷിനോടുമുണ്ട്. സുഗതാ, ഈ എങ്ങ ഇത് എവിടെ പോയി? സുഗതാ, ഞാനാണ്. അതേ, ഇന്നിപ്പോ സെറീനാന്റെ 7ാം മാസം ഇങ്ങനെ അവരെല്ലാവരും വയറ് കാണാനായിട്ട് വന്നിട്ടുണ്ടേ. അപ്പൊ ഇന്നിപ്പോ അവിടെ കുറച്ച് വിരുന്നുകാരും ഭക്ഷണം വെക്കലും പരിപാടിയൊക്കെ ഉണ്ടായി. അപ്പൊ ഇവിടെ ഇപ്പൊ ആരും ഇല്ലാത്ത കാരണം ഇവിടുന്ന് ഇപ്പൊ ആരും വരാനൊന്നുമില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അനക്കുള്ള ഭക്ഷണം ഞാൻ കൊണ്ട കൊടുത്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പൊ അനക്കിത് കൊണ്ടുവന്ന് തന്നിട്ട് കഴിക്കാൻ പോവാ വിചാരിച്ചിട്ട് ഇതായിട്ട് ഇങ്ങോട്ട് വന്നാ. ഞാനും കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കായിരുന്നു. എങ്ങട് എവിടുക്കാ പോണേ? അല്ല, ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ പോണം. 4 കിലോമീറ്ററോ? ഇവിടെ അടുത്തൊക്കെ ഈ പിണങ്ങിയിട്ടുണ്ടാവുമല്ലോ അല്ലേ? എന്താപ്പാ ചെയ്യണ് എൻ്റെ സുഖത? ജീവിതത്തിൽ എല്ലാവരും ഒരേമാതിരിക്കല്ല. നമ്മുടെ ഇഷ്ടങ്ങൾ മാത്രം നടത്തി തരാൻ വേണ്ടി കുറേ ആൾക്കാർ ഇവിടെ ജനിച്ചിട്ടൊന്നുമില്ല. കുറച്ചൊക്കെ അവരുടെ സ്വഭാവം അനുസരിച്ചും കണ്ടും കേട്ടും മനസ്സിലാക്കി അതോട് താരതമ്യപ്പെട്ട് അങ്ങോട്ട് പോവല. മറിമായം